നമസ്കാരം. ഇന്ന് ലോകം മുഴുവൻ സമാധാനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ആരാണ് കാരണക്കാർ? സമാധാനം കൊടുക്കുന്നു എന്ന് പറയുന്ന മതങ്ങളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അതോ വ്യക്തി ജീവിതങ്ങളോ അവരുടെ കൂട്ടായ്മകളോ? ഇതിനെക്കുറിച്ച് നമുക്ക് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് 2-3 എപ്പിസോഡായിട്ട് ഈ വിഷയം അവതരിപ്പിക്കാമെന്നാണ് കരുതുന്നത്. കൂടുതൽ സമയമെടുക്കുമ്പോൾ അത് കേൾക്കാനുള്ള സമയക്കുറവാണ് ഇന്ന് മനുഷ്യന് സമയമെന്ന് പറയുന്നത് തികയുന്നില്ല. എന്നാൽ അവൻ്റെ പ്രയത്നം മുഴുവൻ സമാധാനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് മതങ്ങളിലേക്ക് കടന്നു പോകാം. എന്താണ് മതം? ഞാൻ മനസ്സിലാക്കുന്നത് മതമെന്ന് പറയുന്നത് പ്രത്യേക ആശയങ്ങളുടെ കൂട്ടായ്മയാണ്. അതിന് വിശ്വാസപരമായും നിരീശ്വരപരമായും യുക്തിപരമായും എല്ലാ അർത്ഥങ്ങളുണ്ട്. ദൈവവിശ്വാസികൾ ഓരോ വിശ്വാസ പ്രമാണങ്ങളിൽ ഊന്നിക്കൊണ്ട് വ്യത്യസ്ത രീതിയിൽ ദൈവങ്ങളെ അവതരിപ്പിക്കുകയും അവരുടെ ആശയങ്ങളിൽ ആകൃഷ്ടരായി ഒന്നിച്ചുകൂടുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് വിവിധ മതങ്ങളെന്ന് പറയുന്നത്. രണ്ടാമത്, വ്യത്യസ്ത ആശയങ്ങളിൽ രൂപപ്പെടുന്ന രാഷ്ട്രീയ കൂട്ടായ്മകളാണ് മറ്റൊരു മതം. ദൈവം ഇല്ല എന്ന് പറയുകയും അതിനെതിരെ ആശയ വിനിമയം നടത്തിക്കൊണ്ട് അതിലാകൃഷ്ടരായി ഒന്നിച്ചു കൂടുകയും ചെയ്യുന്ന മതമാണ് നിരീശ്വര മതം അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഇനി യുക്തിവാദം എന്ന് പറയുന്ന ഒരു മതമുണ്ട്. എല്ലാം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുകയും തൊട്ടനുഭവിക്കുകയും ചെയ്യുകയും അതിന് ഉതകുന്നതായ ആശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മ. ഇങ്ങനെ വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ ആണ് ഈ ലോകത്തുള്ളത്. അവരുടെ എല്ലാം ലക്ഷ്യം ഒന്നേ ഉള്ളൂ: ലോകത്ത് സമാധാനം നൽകുക എന്നുള്ളതാണ്. എന്നാൽ ഈ മതങ്ങൾക്കോ ഈ ആശയ സമ്പുഷ്ടമായ സമൂഹങ്ങളിൽ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ യുക്തിവാദി സംഘങ്ങൾക്കോ നിരീശ്വരവാദികൾക്കോ ലോകത്ത് സമാധാനം നൽകാൻ സാധിക്കുന്നുണ്ടോ? അത് നൽകാൻ പറ്റുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ്? ഈ വിഷയങ്ങളാണ് നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യുക. ദൈവം നമ്മെ ഇത് മനസ്സിലാക്കുവാനും കൂടുതൽ ആശയസമ്പുഷ്ടമായ സംഭാഷണത്തിലൂടെ സത്യത്തിലേക്ക് വെളിച്ചം വീശുന്ന ആശയങ്ങൾ കടന്നു വരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.